ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 നവംബർ ഡിസംബർ മാസങ്ങളിൽ PSC പരീക്ഷകളിൽ വന്ന കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഉത്തരം ഐരാവത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഉത്തരം ഐരാവത്. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത? ഉത്തരം പ്രീതി രജക്. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത? ഉത്തരം പ്രീതി രജക്. 108ാം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി? ഉത്തരം നാഗ്പൂർ. 108ാം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി? ഉത്തരം നാഗ്പൂർ. ബിഫോർ മെമ്മറീസ് ഫെയ്റ്റ്സ് ആൻ ഓട്ടോബയോഗ്രഫി എഴുതിയതാര്? ഉത്തരം ഫാലി എസ് നരിമാൻ. ബിഫോർ മെമ്മറീസ് ഫെയ്റ്റ്സ് ആൻ ഓട്ടോബയോഗ്രഫി എഴുതിയതാര്? ഉത്തരം ഫാലി എസ് നരിമാൻ. 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം? ഉത്തരം ഗോവ. 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം? ഉത്തരം ഗോവ. കുമാരനാശാന്റെ ഏത് കവിതയാണ് 2023 ശതാബ്ദി ആഘോഷിച്ചത്? ഉത്തരം കരുണ. കുമാരനാശാന്റെ ഏത് കവിതയാണ് 2023 ശതാബ്ദി ആഘോഷിച്ചത്? ഉത്തരം കരുണ. 2024 മാർച്ച് 11 ഇന്ത്യ ഡാഷുമായി ഒരു സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു? ഉത്തരം EFTA. 2024 മാർച്ച് 11 ഇന്ത്യ ഡാഷുമായി ഒരു സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു? ഉത്തരം EFTA. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഉത്തരം ജാവലിൻ. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഉത്തരം ജാവലിൻ. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം നിതിൻ മധുക്കർ ജംദാർ. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം നിതിൻ മധുക്കർ ജംദാർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ഉത്തരം 143. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ഉത്തരം 143. നീതി ആയോഗിന്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമേത്? ഉത്തരം ഉത്തരാഖണ്ഡ്. നീതി ആയോഗിന്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമേത്? ഉത്തരം ഉത്തരാഖണ്ഡ്. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? ഉത്തരം 40. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? ഉത്തരം 40. നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തരം തമിഴ്നാട്. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തരം തമിഴ്നാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം വയനാട്. 2023 IPL ചരിത്രത്തിലെ
ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഉത്തരം തുഷാർ ദേശ്പാണ്ഡെ. 2023 IPL-ൽ IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഉത്തരം തുഷാർ ദേശ്പാണ്ഡെ. ജ്ഞാനപാന പുരസ്കാരം 2023 നേടിയതാര്? ഉത്തരം വി മധുസൂദനൻ നായർ. ജ്ഞാനപാന പുരസ്കാരം 2023 നേടിയതാര്? ഉത്തരം വി മധുസൂദനൻ നായർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. മലപ്പുറം താന്നൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ഉത്തരം VK മോഹൻ കമ്മീഷൻ. മലപ്പുറം താന്നൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ഉത്തരം VK മോഹൻ കമ്മീഷൻ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യൻ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി? ഉത്തരം ന്യൂറാലിങ്ക് കോർപ്പ്. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി? ഉത്തരം ന്യൂറാലിങ്ക് കോർപ്പ്. 2023 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഉത്തരം ഹൃദ്രോഗം. 2023 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഉത്തരം ഹൃദ്രോഗം. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി കടന്നത്? ഉത്തരം സി അച്യുതമേനോൻ. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി കടന്നത്? ഉത്തരം സി അച്യുതമേനോൻ. ഒരു ബഡ്ജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബഡ്ജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചെലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് 2024-25 പ്രകാരം GDP-യുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? ഉത്തരം 5.1%. ഒരു ബഡ്ജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബഡ്ജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് 2024-25 പ്രകാരം GDP-യുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? ഉത്തരം 5.1%. യൂണിയൻ ബഡ്ജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ. യൂണിയൻ ബഡ്ജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? ഉത്തരം ബിൽ നമ്പർ 173/2023. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? ഉത്തരം ബിൽ നമ്പർ 173/2023. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ PARI-യുടെ പൂർണ്ണരൂപം? ഉത്തരം പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ PARI-യുടെ പൂർണ്ണരൂപം? ഉത്തരം പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം
കേരള പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ ജി പ്രേംജിത്താണ്. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. ഈ പറഞ്ഞവയാണ് ശരിയായ പ്രസ്താവനകൾ. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം കേരള പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ ജി പ്രേംജിത്താണ്. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. ഈ പറഞ്ഞവയാണ് ശരിയായ പ്രസ്താവനകൾ. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഇപ്പോഴത്തെ കേരള ഗവർണർ മാറിയിട്ടുണ്ട്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. മുൻപുള്ളതാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്. ഞാൻ ഇനി ആൻസർ പറയുമ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയാം. അത് കറണ്ട് ആയിട്ടില്ലെന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഉത്തരം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. 2023 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. ആറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിനെ സഹായിക്കുന്നു? ഉത്തരം ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന്. 2023 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. ആറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിനെ സഹായിക്കുന്നു? ഉത്തരം ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന്. 2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏതാണ്? ഉത്തരം ബ്ലിങ്ക് എക്സ്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏതാണ്? ഉത്തരം ബ്ലിങ്ക് എക്സ്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2024 കൊടുത്തിരിക്കുന്നത്. ശരിക്ക് വരേണ്ടത് 2023 ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 2023 എന്ന രീതിയിൽ വായിക്കാം. 2023 ഇന്ത്യ അതിന്റെ ബഹിരാകാശ പര്യവേക്ഷണ ശ്രമങ്ങളുടെ ഭാഗമായി ചന്ദ്രനിലേക്കുള്ള ഒരു ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു. ഈ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ചന്ദ്രയാൻ 3. 2023 ഇന്ത്യ അതിന്റെ ബഹിരാകാശ പര്യവേക്ഷണ ശ്രമങ്ങളുടെ ഭാഗമായി ചന്ദ്രനിലേക്കുള്ള ഒരു ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു. ഈ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ചന്ദ്രയാൻ 3. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നഗരപ്രദേശങ്ങളിലെ മലിനീകരണം കുറയ്ക്കുന്നതിനുമായി 2024 ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഉത്തരം ഫെയിം ഇന്ത്യ സ്കീം ഘട്ടം 2. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നഗരപ്രദേശങ്ങളിലെ മലിനീകരണം കുറയ്ക്കുന്നതിനുമായി 2024 ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഉത്തരം ഫെയിം ഇന്ത്യ സ്കീം ഘട്ടം 2. 2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ 23 ആർട്ടിക്കിൾ ലംഘിക്കുന്ന ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലിൽ നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അവ: ഉത്തരം അധ്വാനത്തെ തരം താഴ്ത്തുന്നു, അടിച്ചമർത്തൽ രീതികൾ നിർബന്ധിത ജോലിക്ക് എതിരെയായി അവകാശത്തെ ലംഘിക്കുന്നു, ആർട്ടിക്കിൾ 17ന്റെ ലംഘനം. 2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ 23 ആർട്ടിക്കിൾ ലംഘിക്കുന്ന ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലിൽ നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അവ: ഉത്തരം അധ്വാനത്തെ തരം താഴ്ത്തുന്നു, അടിച്ചമർത്തൽ രീതികൾ നിർബന്ധിത ജോലിക്കെതിരെയായി അവകാശത്തെ ലംഘിക്കുന്നു, ആർട്ടിക്കിൾ 17ന്റെ ലംഘനം.
ഇന്ത്യയുടെ 16-ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനെ കണ്ടെത്തുക. ഉത്തരം ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16-ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനെ കണ്ടെത്തുക. ഉത്തരം ഡോക്ടർ അരവിന്ദ് പനഗരിയ. ലോക പരിസ്ഥിതി ദിനം 2024 ശരിയായ തീം തിരഞ്ഞെടുക്കുക. ഉത്തരം നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ. ലോക പരിസ്ഥിതി ദിനം 2024 ശരിയായ തീം തിരഞ്ഞെടുക്കുക. ഉത്തരം നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ. ISROയുടെ ആദിത്യ L1 ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് എന്താണ്? ഉത്തരം സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കാൻ. ISROയുടെ ആദിത്യ L1 ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് എന്താണ്? ഉത്തരം സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ഉത്തരം ഇറ്റലി. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ഉത്തരം ഇറ്റലി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഉത്തരം ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഉത്തരം ദിവ്യ ദേശ്മുഖ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ഉത്തരം മനു ബേക്കർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ഉത്തരം മനു ബേക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മമ്മൂട്ടി. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? ഉത്തരം ഓസ്ട്രേലിയ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? ഉത്തരം ഓസ്ട്രേലിയ. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഉത്തരം 30%. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഉത്തരം 30%. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം? ഉത്തരം PSLV C-57. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം? ഉത്തരം PSLV C-57. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോൾ ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം തെക്കേ അമേരിക്ക. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോൾ ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം? ഉത്തരം മണ്ണ് ദിനം. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം? ഉത്തരം മണ്ണ് ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം? ഉത്തരം പോർച്ചുഗൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം? ഉത്തരം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്?
ഉത്തരം ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? ഉത്തരം ക്ലോഡിയ ഗോൾഡിൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഉത്തരം സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഉത്തരം സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഉത്തരം ആസാം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഉത്തരം ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം നാഗാലാൻഡ്. ഏതു രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം എംപോക്സ്. ഏതു രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം എംപോക്സ്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു? ഉത്തരം 3 പേർക്ക് ലഭിച്ചു. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു? ഉത്തരം 3 പേർക്ക് ലഭിച്ചു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി? ഉത്തരം ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി? ഉത്തരം ഗഗൻയാൻ. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം? ഉത്തരം കേരളം. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം? ഉത്തരം കേരളം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 111. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 111. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഉത്തരം സുനിൽ ഛേത്രി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഉത്തരം സുനിൽ ഛേത്രി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം SK വസന്തൻ. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര്? ഉത്തരം മെറ്റ. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര്? ഉത്തരം മെറ്റ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാറിയിട്ടുണ്ട്. രേഖാ ശർമ്മയല്ല ഇപ്പോഴത്തെ അധ്യക്ഷ. ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ റത്കർ ആണ്. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഉത്തരം വിജയ് കിഷോർ റത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ? ഉത്തരം വിജയ കിഷോർ റത്കർ. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഉത്തരം സിംഗപ്പൂർ. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഉത്തരം സിംഗപ്പൂർ. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ അജയ്. 2025
G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റനിൽ വിക്രംസിൻഹ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റനിൽ വിക്രംസിൻഹ. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ഉത്തരം പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ഉത്തരം പ്രതിഭ റായ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ഉത്തരം എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ഉത്തരം എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്? ഉത്തരം കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്? ഉത്തരം കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഉത്തരം രാജീവ് രഞ്ജൻ സിംഗ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഉത്തരം രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം? ഉത്തരം 89.45 മീറ്റർ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം? ഉത്തരം 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 134. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 134. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതമാസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം? ഉത്തരം 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതമാസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം? ഉത്തരം 800. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട്? ഉത്തരം ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട്? ഉത്തരം ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം ബ്രസീൽ. 2022 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഉത്തരം കോവിഡ്-19. 2022 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഉത്തരം കോവിഡ്-19. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനമേത്? ഉത്തരം ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനമേത്? ഉത്തരം ചന്ദ്രയാൻ 3. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഹർമൻപ്രീത് സിംഗ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ഉത്തരം ആട്ടം. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ഉത്തരം ആട്ടം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഇപ്പോഴത്തെ ചെയർമാൻ മാറിയിട്ടുണ്ട്. ഡോക്ടർ വി നാരായണൻ എന്നാണ്. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഉത്തരം ഡോക്ടർ വി നാരായണൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ വി നാരായണൻ.
കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി? ഉത്തരം വി. അബ്ദുറഹിമാൻ. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി? ഉത്തരം വി. അബ്ദുറഹിമാൻ. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? ഉത്തരം പൃഥ്വിരാജ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? ഉത്തരം പൃഥ്വിരാജ്. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഉത്തരം മാനന്തവാടി. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഉത്തരം മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി? ഉത്തരം അൽഗോരിതങ്ങളുടെ നാട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി? ഉത്തരം അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ഉത്തരം അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ഉത്തരം അർജന്റീന. ഇതോടെ 2024 നവംബർ ഡിസംബർ മാസങ്ങളിൽ PSC പരീക്ഷകൾ ചോദിച്ച കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.